പച്ച വർഗീയത എന്നാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈവൻ BJP പോലും ഇത്രയും വർഗീയത പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം വർഗീയത ഛർദ്ദിക്കുന്ന ഒരു കാലഘട്ടമേ ഉണ്ടായിട്ടുണ്ടാവില്ല. പച്ചയ്ക്ക് പറയുകയാണ്. മുമ്പൊക്കെ പൊതിഞ്ഞ് ഇൻഡയറക്റ്റൊക്കെ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഈ സാമുദായികത, വർഗീയത ഇതൊക്കെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും വോട്ട് നേടാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ആ കാലത്ത്. അപ്പോൾ പോലും അത് പറയുന്നതിനൊരു രീതി ഉണ്ടായിരുന്നു. അതായത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് പച്ചയ്ക്ക് പറയുകയാണ്. നമ്മൾ പച്ചയ്ക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ പച്ചയ്ക്ക് പറയുന്നില്ലേ, അതുപോലെ മന്ത്രിമാർ, ഭരണകൂടമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ, MLA മാർ, പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു, അദ്ദേഹം തുടർച്ചയായിട്ട് വർഗീയത പറയുന്നു പറഞ്ഞാൽ അതിൻ്റെ പാരഡിയായിട്ട്, അതിൻ്റെ പാരഡി പോലെ രാഷ്ട്രീയ നേതാക്കൾ വന്നിരുന്നു വർഗീയത പറയുകയാണ്. ഇത് കേരളത്തിൽ വലിയ അപകടമുണ്ടാകും. ഇതുണ്ടാക്കുന്ന അപകടങ്ങൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കേരള സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സെക്യുലർ ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുക. അത് ഒന്ന്. രണ്ട്, ഇത് പറയുന്ന ആ രാഷ്ട്രീയ നേതാക്കളുടെ പാർട്ടി ഉണ്ടല്ലോ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ AK ബാലൻ അതുപോലെ സജി ചെറിയാൻ ഇവർ രണ്ടുപേരും പറഞ്ഞ ആ പ്രസ്താവനകൾ എത്ര ഗുരുതരമാണ്. AK ബാലൻ എന്താണ് പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാകും. അപ്പോൾ ഈ മാറാട് കലാപം ഉണ്ടാക്കിയത് UDF ആണോ? ഒരു കലാപം ഉണ്ടാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടാകാം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ അതിൽ പങ്കെടുക്കുന്നുണ്ടാകും. മാറാട് കലാപത്തിന് പിന്നിൽ UDF അല്ലല്ലോ. അതിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം UDF-കാരാണോ? അല്ലല്ലോ. അതൊരു വർഗീയ കലാപമാണ്. ആ വർഗീയ കലാപത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ പങ്കെടുത്തിട്ടുണ്ടാകാം. അവരധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ആവർത്തിക്കും, കലാപങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ കലാപം ഉണ്ടാക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്താൽ ഇവിടെ കലാപം ഉണ്ടാകും. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് CPM? അതായത് സോഷ്യൽ ഹാർമണി, കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്ന കാര്യം അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. മുൻകാലങ്ങളിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ, CPM എന്ന പാർട്ടിയുടെ കേരളത്തിലെ ഐഡൻറ്റിറ്റി തന്നെ സെക്യുലറിസമാണ്. സാമുദായികതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ നിരന്തരം പ്രചാരണം നടത്തുകയും ക്യാമ്പയിൻ ചെയ്തൊരു പാർട്ടിയാണത്. ആ പാർട്ടി പച്ചയ്ക്ക് പറയുകയാണ് മറ്റവർ വന്നാൽ അവിടെ വർഗീയ ലാഭം ഉണ്ടാവും എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ, ലോജിക്ക് ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. അതിനെപ്പറ്റി ആർക്കും ഒരു വേവലാതിയുമില്ല. ആ AK ബാലൻ അത് പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുകളിലുള്ള ആളുകളുണ്ടല്ലോ. MA ബേബി ജനറൽ സെക്രട്ടറി, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് അത് വിശദീകരിക്കാം, അല്ലെങ്കിൽ അതിനെ തള്ളി പറയാം. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിന് പറയാം, മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാം. ഇവരാരും അത് പറയുന്നില്ല, മൗനം പാലിക്കുന്നു. അതിനർത്ഥം അവരത് ആലോചിച്ച് ഉറപ്പിച്ച് പറയാൻ തീരുമാനിച്ചതാണെന്നാണ്. സജി ചെറിയാൻ എന്താണ് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വാർത്താ സമ്മേളനം നടത്തുന്നു. ഒരേ ദിവസം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സമുദായത്തിനും എതിരല്ല, ഞാൻ സംസാരിക്കുന്നത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് പറയുന്നു. ഓക്കെ, മുസ്ലിം ലീഗിന് SNDP-ക്ക് എതിരാവാം, അവരെ രാഷ്ട്രീയമായി വിമർശിക്കാം, അവർ രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയമായി വിമർശിക്കാം. ഒരു സമുദായ നേതാവെന്ന നിലയിൽ രാഷ്ട്രീയ വിമർശനം ഉയർത്താം. അപ്പോൾ അദ്ദേഹം ആ വിമർശനത്തിന് കാരണമായി പറയുന്നത് NSS-ഉം SNDP-യും തമ്മിലുള്ള റിഫ്റ്റിന് കാരണം, വിടവിന് കാരണം മുസ്ലിം ലീഗാണെന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? കാരണം മുസ്ലിം ലീഗും SNDP-യും സംവരണ സമരത്തിൽ പങ്കാളികളായിരുന്നു. ഒരു മുന്നണി, സംവരണ മുന്നണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംവരണ മുന്നണിയുടെ രാഷ്ട്രീയം പിന്നാക്ക സംവരണം നടപ്പാക്കണമെന്നുള്ളതാണ്. ആ സംവരണത്തെ എതിർത്തിരുന്നത് NSS ആണ്. അപ്പോൾ SNDP-യും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള സംവരണ സമുദായങ്ങൾ ഒറ്റക്കെട്ടായ ഒരു മുന്നണിയായി സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു. NSS സംവരണത്തെ എതിർക്കുന്നു. NSS എപ്പോഴും സാമ്പത്തിക സംവരണത്തിൻ്റെ പക്ഷത്താണ്. ഓക്കെ, ആ കാരണം കൊണ്ട് അപ്പോൾ വെള്ളാപ്പള്ളി അത് വിശദീകരിക്കുന്നില്ല, എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. എങ്ങനെയാണ് NSS-ഉം SNDP എന്നുള്ള റിഫ്റ്റിൽ ലീഗ് പങ്കാളിയാവുന്നത്? അപ്പോൾ സംവരണ സമരത്തിലേക്ക് SNDP വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതാണ്. അല്ല, SNDP വെള്ളാപ്പള്ളി നടേശന് മുമ്പേ തന്നെ സംവരണത്തിന് വാദിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്നൊരു സമുദായ സംഘടനയാണ്. അപ്പോൾ ഒരേ താല്പര്യങ്ങളുള്ള രണ്ട് കക്ഷികൾ ഒരു മുന്നണിയിൽ നിന്ന് ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റേ കക്ഷിക്ക് എതിരാക്കുന്നതല്ലല്ലോ. SNDP-യെ സംവരണത്തിന് വേണ്ടി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് മുസ്ലിം ലീഗല്ല. കാരണം അതിന് മുമ്പേ SNDP സമര രംഗത്തുണ്ട്. SNDP എന്ന് മാത്രമല്ല, SNDP-യുടെ ചരിത്രം തന്നെ കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ, ഇപ്പോൾ നമുക്കറിയാലോ ഈഴവ മെമ്മോറിയൽ സംവരണത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അപ്പോൾ ലീഗിൻ്റെ എന്തോ പ്രേരണയാൽ NSS-നെതിരെ SNDP സമരം ചെയ്യുകയല്ല ചെയ്തത്. SNDP മുസ്ലിം ലീഗും സംവരണത്തിന് വേണ്ടി ഒരു മുന്നണിയായി നിന്നുകൊണ്ട് സമരം ചെയ്തു. അത് NSS എതിർത്തു. അത് ശരിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് NSS അത് കറക്റ്റായിട്ട്, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നതല്ല, അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിച്ചതാണ്. അത് എന്തുകൊണ്ടാണ്? സംവരണത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്ന SNDP മുസ്ലിം ലീഗുമാണ്. SNDP ഇപ്പോൾ സംവരണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? NSS-ഉം SNDP-യും ഒരുമിക്കാൻ പോകുന്നു. SNDP NSS ഐക്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സംവരണത്തിന് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ്.
അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിച്ചതാണെന്നാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയെ അത് വർഗീയമല്ലാതെ വ്യാഖ്യാനിക്കുകയാണ്. കൃത്യമായി ഫാക്ച്വലായി സംസാരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി ചെയ്യുന്നത്. ഫാക്ച്വലി ശരിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞ തൊട്ടടുത്ത വായിൽ എന്താണ് പറയുന്നത്? കേരളത്തിൽ ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്. ഇത് വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണ്. അത് നിങ്ങൾക്ക് ലീഗിനെതിരായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റില്ല. അത് ലീഗിനെതിരാവുന്ന എങ്ങനെയാണ്? അതെങ്ങനെയാണ് ലീഗിനെതിരാവുക? അപ്പോൾ അതേക്കുറിച്ച് ഈ കേരളം ഭരിക്കുന്ന, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് ഒന്നും പറയാനില്ല. കാരണം ക്രൈസ്തവർ ആരെങ്കിലും പേടിച്ച്, മുസ്ലിങ്ങളെ മാത്രമല്ല ആരെങ്കിലും ഭയന്നാണ് കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമുദായവും ആരെയും ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ കേരളത്തിലില്ല എന്നെങ്കിലും പറയണ്ടേ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയണ്ടേ? മുഖ്യമന്ത്രി പറയണ്ടേ? പാർട്ടി ജനറൽ സെക്രട്ടറി പറയണ്ടേ? മന്ത്രിമാർ പറയണ്ടേ? ഒരാളും മിണ്ടുന്നില്ല. അതിനർത്ഥം എന്താണ്? ഒരാൾക്കും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു കഴിയുമ്പോൾ ഗോവിന്ദ മാസ്റ്റർ മിണ്ടാതിരിഞ്ഞു പോവുകയാണ്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ സജി ചെറിയാൻ കൂടുതൽ വർഗീയത പറയുകയാണ്. മലപ്പുറത്തും കാസർഗോഡും അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ടവരല്ലാത്ത ജനപ്രതിനിധികളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ പേര് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ച് കുഴപ്പമില്ലാവാണ്. ഇന്ന് ഈ പറയുന്ന ആൾ ഈ കാസർകോട്ടെയും മലപ്പുറത്തെയും ഭൂരിപക്ഷ സമുദായങ്ങളിലാണ് അവിടുത്തെ ജനപ്രതിനിധികൾ കൂടുതൽ. അത് ശരിയാണ്, അതെല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. ഇത് മറ്റ് ജില്ലകൾക്ക് ബാധകമല്ലേ? സജി ചെറിയാൻ്റെ ആലപ്പുഴയിൽ ബാധകമല്ലേ? ചെങ്ങന്നൂർ ബാധകമല്ലേ? കോട്ടയത്ത് ബാധകമല്ലേ? ഇടുക്കിയിൽ ബാധകമല്ലേ? പാലയിൽ ബാധകമല്ലേ? എല്ലായിടത്തും ബാധകമാണിത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഏത് മുന്നണിയിൽ നിശ്ചയിക്കുമ്പോഴും ആ മണ്ഡലത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള സമുദായം ഏതാണോ അവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും പിക്ക് ചെയ്യുക. കാരണം സാമുദായികമായ വോട്ട് എല്ലാ മുന്നണികൾക്കും പ്രധാനമാണ്. അത് CPM അങ്ങനെ തന്നെയാണ്, LDF അങ്ങനെ തന്നെയാണ്, UDF അങ്ങനെ തന്നെയാണ്. അവരായിരിക്കും കൂടുതൽ ആ ജില്ലയിൽ നിന്ന് വരിക. അപ്പോൾ ഇനി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണോ ലഭിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നിയമസഭയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഏതൊക്കെ സമുദായങ്ങൾക്ക് എത്രയുണ്ടെന്നുള്ള കണക്കെടുക്കണം. എന്നിട്ട് ആ കണക്കിൽ ഏതെങ്കിലും സമുദായങ്ങൾ പിന്നോക്കമാണെങ്കിൽ ഇനി മുതൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തീരുമാനിക്കണം, ഞങ്ങൾ കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുന്നു, നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് UDFനെ വെല്ലുവിളിക്കണം. LDF ആദ്യം എന്ത് ചെയ്യണം? ഇന്ന സമുദായങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളോ നിയമസഭയിലോ പാർലമെൻറ്റിലോ പ്രാതിനിധ്യം കുറവാണ്, ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ സീറ്റ് അവർക്ക് കൊടുക്കുന്നു, അതുപോലെ ചെയ്യാൻ ധൈര്യമുണ്ടോ UDFന് എന്ന് LDF വെല്ലുവിളിക്കണം. അങ്ങനെയാണല്ലോ അത് ചെയ്യേണ്ടത്. അതാണല്ലോ സജി ചെറിയാൻ ചെയ്യേണ്ടത്. അതിന് പകരം തികച്ചും കമ്മ്യൂണലായി വെള്ളാപ്പള്ളി എന്താണോ പറഞ്ഞത് അതിൻ്റെ മറ്റൊരു പാരഡി പാടുകയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ പാരഡി തന്നെയാണ് AK ബാലൻ പാടുന്നത്, അതേ പാരഡി തന്നെയാണ് സജി ചെറിയാൻ പറയുന്നത്. ഈ പാരഡികൾക്കും പക്കമേളങ്ങൾക്കും മൗനം പാലിക്കുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എന്ന് പറഞ്ഞാൽ CPMൻ്റെ ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെയല്ല മന്ത്രിമാർ പറയുന്നത്, AK ബാലൻ പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ കുറച്ചധികം ആളുകളുണ്ട് ഇവിടെ. അവരുടെ ഈഴവ സമുദായത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അത് എന്താവില്ല, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾ അത് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അങ്ങനെയല്ല ഒരു മന്ത്രിമാർ പറയുമ്പോൾ. മന്ത്രിമാർ വർഗീയത പറയുമ്പോൾ എന്താ വിചാരിക്കുക? ഇത് ശരിയാണെന്ന് ആളുകൾ വിചാരിക്കും, ഇതൊരു പ്രശ്നമാണല്ലോ എന്ന് ആൾക്ക് തോന്നും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ CPMൻ്റെ പാർട്ടി അണികളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യും. CPMൻ്റെ പാർട്ടി അണികൾ പോലും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നതൊക്കെ ന്യായീകരിച്ച് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ആലോചനയുണ്ട്.